സംഘർഷം തുടരുന്ന പശ്ചിമേഷ്യയിലെ സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രിമാരുടെ യോഗം നാളെ ചേരും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് യോഗം ചേരുക. വിഷ്ണു അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. വിഷ്ണു, എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർക്കും അതാത് നിലയിലുള്ള ആശങ്കകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ആണെങ്കിലും ഗൾഫിൽ ജോലിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സുരക്ഷിതത്വം നമ്മുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട ചർച്ചയാവുക അല്ലേ? തീർച്ചയായും. കാരണം പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഒരു എഫക്റ്റ് നമുക്കെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം രാജ്യത്ത് ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരായ പ്രവാസികൾക്കും എല്ലാം ഈ യുദ്ധം ഒരു വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ സപ്ലൈ ചെയിൻ ഉൾപ്പെടെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ടീം ഇന്ത്യ എന്നൊരേ ഒരു സ്പിരിറ്റോട് കൂടി ജോലി ചെയ്യണം അല്ലെങ്കിൽ പ്രവർത്തിക്കണമെന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. ഇതേ ആവശ്യം ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിലും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് പ്രതിപക്ഷ പാർട്ടികൾക്ക് മുന്നിൽ വെച്ചു. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഈ സമാനമായ ആശങ്ക മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് നിരവധി കത്തുകളാണ് യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഭൂരിപക്ഷവും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പുവരുത്തണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. ഈ കാര്യങ്ങളിലെല്ലാം സിലിണ്ടറുകൾ പിടിച്ചെടുക്കുന്ന നടപടികളടക്കം തുടരുന്നു എന്നതുകൂടിയുണ്ടല്ലോ. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഡൽഹിയിൽ ഉൾപ്പെടെ രാജ്യത്ത് വ്യാപകമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷാമം എന്ന പ്രചരണത്തിന്റെ പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമാവുകയാണ്. സിലിണ്ടറുകളെല്ലാം തട്ടിയെടുക്കുന്ന നിലയിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നു ഹൈദരാബാദിൽ ഉൾപ്പെടെ. കാരണം ഗ്യാസ് സിലിണ്ടർ വിതരണം വൈകുന്നു എന്ന് ആരോപിച്ചാണ്. അതോടൊപ്പം തന്നെ പെട്രോൾ പമ്പുകളിലെത്തി വലിയ വാട്ടർ ടാങ്കുകളിൽ ഉൾപ്പെടെ ഡീസൽ നിറച്ചുകൊണ്ട് പോവുകയാണ് ആളുകൾ ചെയ്യുന്നത്. ഇങ്ങനെ അനാവശ്യ ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് തടയുക, അതോടൊപ്പം തന്നെ കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് പോലെയുള്ള നടപടിക്രമങ്ങൾ എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക, ഇക്കാര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നത് വിലയിരുത്തുക കൂടിയായിരിക്കും നാളെ ചേരുന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം.